ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി വ്ളോഗ്സ്. അപ്പം എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് ഒരു അടിപൊളി ഈ ജനുവരി ഫുള്ളും ആ ന്യൂ ഇയറിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ദേ ഈ മാസം ഒന്ന് കഴിഞ്ഞു കിട്ടണം ന്യൂ ഇയറിൻ്റെ ആ ഒരു ഇതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ. അപ്പം ഞങ്ങൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോയി. എങ്കിലും ഈ ന്യൂ ഇയറിൻ്റെ വൈബൊന്നും ഇവിടെ നിന്ന് മാറിയിട്ടില്ല. അതേ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ വഴി നീളെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശോഭ സിറ്റിക്കാണ് വന്നത്. തൃശ്ശൂരിലുള്ള ശോഭ സിറ്റിക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കാണാനും, ജസ്റ്റ് നമ്മൾക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫുഡിലാണ്. വേറെ സംഭവങ്ങളൊന്നും വാങ്ങൽ, കാശ് ചിലവാക്കി അങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങി ഞങ്ങൾ തകർക്കില്ല. ആകെ ഞങ്ങൾ കാശ് ചിലവാക്കുന്നത് ഈ ഫുഡിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ട ആഹാരം അത് ഞങ്ങളെല്ലാവരും കഴിക്കും. അത് ഷെയർ ചെയ്തിട്ടാണെങ്കിലും എല്ലാവരും കൂടി എവിടെ പോയാലും ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിക്കും. അതൊരു അടിപൊളിയാണ്. എനിക്ക് മാളിക്കൊക്കെ ഇങ്ങനെ വരുമ്പോഴേ സാധാരണക്കാർ, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ശരിക്കും വരുമ്പോൾ ഷോപ്പിങ്ങിന് പറ്റിയൊരു ഇടമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ് മാളിലൊക്കെ. നമ്മൾ എന്ത് സാധനങ്ങൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതിൻ്റെ എന്തായാലും ഒരു ഇരട്ടി വില വരും. അത് ഡ്രസ്സിനായാലും ഏത് ഐറ്റംസിനായാലും. അതുകൊണ്ട് എനിക്ക് മാളിൽ വന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ നമ്മളൊരു കാഴ്ച ബംഗ്ലാവിൽ പോയാൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടം. അതൊക്കെ കാണാനായിട്ട് മാളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ദേ ഇവിടെ 40% ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതിൻ്റെ ഒറിജിനൽ വില കണ്ടിട്ട് അതിന് 40% നോക്കുമ്പോൾ നല്ല ഗംഭീര വിലയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോവാം. മെയിനായിട്ട് ഞങ്ങളിങ്ങനെ മാളിക്കൊക്കെ വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങലൊക്കെ വളരെ കുറവാണ്. അപ്പം ഇപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആളൊരു പാർട്ട്ണർഷിപ്പിലാണ് തുടങ്ങിയിരിക്കുന്നത്. മൊമ്മോസിൻ്റെ കടയാണ്. മൊമ്മോസ് മാത്രമല്ല, വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. റൈസ് ഐറ്റംസും നൂഡിൽസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ മൊമ്മോസ് ആണ്. ഈ കടയുടെ പേര് തന്നെ മൊമ്മോസ് ചേ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ശോഭ സിറ്റിക്ക് വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ കടയിലൊന്ന് കയറണം. ഒരു വെറൈറ്റിയാണ് അവരുടെ. നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തൊക്കെ മൊമ്മോസ് എന്താന്ന് നിങ്ങൾ ചോദിക്കും. ഇത് മൊമ്മോസ് തന്നെയാണോ എന്ന് ചോദിക്കും. ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലല്ല, പുറത്താണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ബെസ്ക്കുള്ളൂ. കുറേ നാളായി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഫുൾ ചുറ്റിയൊക്കെ എടുത്തതായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എൻ്റെ വീഡിയോസ് കുറച്ച് മിസ്സായിപ്പോയി. അത് റിക്കവർ ചെയ്ത് റീലോഡഡ് ആക്കാനായിട്ട് ഞാൻ കുറേ നോക്കി. പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് പകുതിയിലധികം വീഡിയോ പോയി. ശരിക്കും നല്ല ഷോപ്പുകളിൽ നിന്ന് ഫുഡ് ഐറ്റംസുകളായിരുന്നു ഉണ്ടായിരുന്നത് വീഡിയോസിൽ. പക്ഷെ കുറേ ഷോപ്പുകളുടെ വീഡിയോസൊക്കെ മിസ്സായി പോയി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാണ്. നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കുണ്ടാവും. പക്ഷെ എനിക്കെന്താണെന്നറിയില്ല, സ്റ്റാർട്ടിങ് എൻഡിങ്ങും ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് കാലൊക്കെ വിറയ്ക്കും. അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത് പിന്നെ ആദ്യമായിട്ടാന്ന് വിചാരിക്കും. ഞാനൊക്കെ എത്ര വട്ടം കയറിയാലും എനിക്കെന്താവോ കാല് വെക്കുമ്പോഴും കാലെടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ നടന്ന് കയറി അങ്ങോട്ട് പോകും. പിന്നെ കയറി നേരെ മുട്ടുന്നത് പിള്ളേരുകളുടെ ഈ കടയിലാണ്. ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് വേണ്ട എല്ലാ തരം ക്യാൻഡികളും ഇവിടെ ഉണ്ടാവും. എല്ലാ തരം ക്യാൻഡികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ റബ്ബർ പോലത്തെ ഇരിക്കുന്ന സാധനമല്ലേ, ചൂയിങ്കം പോലത്തെ ജെല്ലി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ജെല്ലി ടൈപ്പൊക്കെ വെറൈറ്റി ആയിട്ട് ഞാൻ ഇപ്പം ഇവിടെയാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ വില കേട്ടാൽ നമ്മുടെ കയ്യിലത്തെ മൊത്തം കാശ് പോകും. അതായത് 200 ഗ്രാം 250 ഗ്രാമിന് അങ്ങോട്ട് 500 രൂപ ലൈക്ക് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു പെട്ടിയിൽ ഇച്ചിരി മിഠായി എടുത്തു കഴിഞ്ഞാൽ 500 രൂപ. ആ 500 രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് എന്തോരം മിഠായികൾ വാങ്ങാം. പക്ഷെ പിള്ളേരുകൾ സമ്മതിക്കാത്തതുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. പിന്നെ അധികം നേരം അവരവിടെ നിർത്തിയ പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. കുറേ നേരം കുഞ്ഞാപ്പൂനെ ഓടിച്ചാടി നടക്കാൻ കുറേ സ്പേസ് ഉണ്ടായതിൻ്റെ സന്തോഷം നിങ്ങളിവിടെ കാണുന്നത്. നേരെ ഞങ്ങൾ പുറത്തേക്കാണ് പോയത്. പുറത്തത്തെ വ്യൂ അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ.
ഈ രാത്രി ബിൽഡിങ്സിന്റെ ഉള്ളിലത്തെ ഈ ലൈറ്റ് ഒക്കെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും സൂപ്പറാട്ടോ, നല്ല വൈബാണ്. അപ്പം നമുക്ക് ഇനി ഷോപ്പുകളിലേക്ക് നോക്കാം. അധികം ഷോപ്പൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞ ഈ കട, ഈ ബ്രദർ ഇൻ ലോയുടെ കട ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഫുഡ് ഐറ്റംസും എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ പോകുമ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരെയും അതുണ്ടാക്കുന്നവരും എല്ലാവരും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടും. അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പം ഇനി കുറേ അടിപൊളി വീഡിയോസ് ഫുഡിൻ്റെയും അങ്ങനെ പല പല ട്രാവൽ വ്ളോഗ്സും ഒക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഇവിടുത്തെ മൊമോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലായിടത്തും എല്ലാ കടകളിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം മൊമോസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ഓൾറെഡി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അത് അപ്പം തന്നെ സ്റ്റീം ചെയ്യുകയോ പിന്നെ ഫ്രൈ ചെയ്യുകയോ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അങ്ങനെയല്ല. നമ്മളൊരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും, എന്നാലും അവർ അപ്പം തന്നെ ആ സ്പോട്ടിൽ ഉണ്ടാക്കിയാണ് തരുന്നത്. മൊമോസ് ആയാലും അപ്പം തന്നെ സ്പോട്ടിൽ ഉണ്ടാക്കി ഫ്രൈ ചെയ്തോ സ്റ്റീം ചെയ്തോ ആണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഈ കഴിക്കുമ്പോൾ ഇല്ലേ, നാവിൽ ആ രുചി, നമുക്ക് ആ രുചി ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് ഫ്രഷ് മൊമോസാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ശോഭ സിറ്റിക്ക് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കട ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു കടയാണ്. ഈ പൊട്ടറ്റോ ഫ്രൈ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു സ്റ്റിക്കിലൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഐറ്റമാണ്. ആ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വന്നപ്പോൾ തന്നെ ഞാനിത് കുറേ പേരുടെ കയ്യിൽ കണ്ടപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വിട്ടു ഇത് വാങ്ങാനായിട്ട്. അന്ന് ഞാൻ റീൽസിലൊക്കെ കണ്ടപ്പോൾ കുറേ ആഗ്രഹിച്ചത് തിന്നാൻ. പിന്നെ പൊതുവെ എനിക്ക് ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കറി ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും വറവാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവം ഞാൻ റീൽസിൽ കണ്ടപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇത് എവിടെ നിന്നാ തിന്നാൻ കിട്ടാമെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ കുറേ പേരുടെ കയ്യിൽ ഇത് കണ്ടപ്പോൾ നേരെ ഞങ്ങൾ ഇതിൻ്റെ ഷോപ്പ് തിരക്കി വിട്ടു. ഇവിടെ വന്നപ്പോൾ കുറേ ഫ്ലേവേഴ്സിൽ കിട്ടും. സ്പാനിഷ്, സ്പൈസ്, ചീസ്, അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ഇവിടെ. ഒരെണ്ണത്തിന് 100 രൂപയാണ്. ഞങ്ങൾ 3 എണ്ണം വാങ്ങിച്ചു. ആ 3 എണ്ണത്തിൽ എനിക്ക് ചീസിൻ്റെയാണ് ഒരുപാട് ഇഷ്ടമായത്. പിന്നെ ഇത് ഉണ്ടാക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. ആളാ മെഷീനിൽ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ വെച്ച് അതിങ്ങനെ റൗണ്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്പൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കണതൊക്കെ സൂപ്പറാണ് കാണാനായിട്ട്. അപ്പം പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫുഡ് ഐറ്റംസിൽ ഈ മൊമോസും പിന്നെ ഈ ഐറ്റംസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായതും അട്രാക്റ്റ് ആയതും. ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആവറേജ് ആണ്. എല്ലായിടത്തൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരുവിധം കടകളിലൊക്കെ ഒന്ന് കയറി നിറങ്ങി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നോട് ഷെയർ ചെയ്യണം. എനിക്ക് അഭിപ്രായം പറയേണ്ട കമൻറ്റ്സുകളാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ബ്രദർ ഇൻ ലോയുടെ കട ഈ കയറി ഫുഡ് കഴിക്കാൻ മറക്കരുത്. സൂപ്പറാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ.